ഹായ് ഹലോ കൂട്ടുകാരെ, ഇന്ന് നമ്മളൊരു പൊതിച്ചോറാണ് തയ്യാറാക്കുന്നത്. കുറേ നാളുകൊണ്ട് ഞാനൊരു പൊതിച്ചോറ് തയ്യാറാക്കണമെന്ന് ഇങ്ങനെ വിചാരിച്ചിരിക്കുകയായിരുന്നു. ഇത് പേട്ടന് കൊടുത്തു വിടാൻ വേണ്ടിയിട്ട് ഞാനൊരു പൊതിച്ചോറ് തയ്യാറാക്കുകയാണ്. ചോറൊക്കെ ഞാൻ റെഡിയാക്കി വെച്ചു. പൊതിച്ചോറിന് വേണ്ടിയിട്ടുള്ള ബാക്കിയുള്ള ഐറ്റംസിന് വേണ്ടിയിട്ട് നമുക്ക് തയ്യാറാക്കാം. ആദ്യം ഞാൻ പയർ ഇതുപോലെ ചെറുതായിട്ട് നീളത്തിലരിഞ്ഞ് 2 പച്ചമുളകും ഉപ്പും വെള്ളത്തോട് ഒഴിച്ച് വേവിക്കാൻ വെച്ചു. പിന്നെ കുറച്ച് തേങ്ങാക്കൊത്തൂടെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇപ്പം നമ്മുടെ പയർ വെന്ത് നല്ല വെള്ളമെല്ലാം വറ്റി നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. നമ്മൾ നല്ല രീതിക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ടല്ലേ വെച്ചത്. ഇപ്പോൾ കണ്ടോ, ഒരു തുള്ളി വെള്ളം പോലും ഇല്ലാതെ നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് വേറൊരു ചീനിച്ചട്ടി എടുത്ത് അതിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ഈ തേങ്ങാക്കൊത്തൊന്ന് നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കാം. അപ്പോൾ തേങ്ങാക്കൊത്ത് നല്ലതുപോലെ ഒന്ന് മൂക്കണം കേട്ടോ. ഇപ്പോൾ നമ്മളിങ്ങനെ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഈ പൊതിച്ചോറെന്ന് പറയുന്നൊരു 10 മണിക്കൂറോളം കഴിഞ്ഞിട്ടാണ് എടുക്കുന്നത്. അപ്പം അത് കേടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ മെഴുക്ക് പുരട്ടി വെക്കുന്നത് കേട്ടോ. അപ്പം നമ്മുടെ തേങ്ങാക്കൊത്ത് മൂത്ത് വന്നിട്ടുണ്ട് കേട്ടോ, നല്ലതുപോലെ ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ വേവിച്ച് വെച്ച പയർ നമുക്കിതിനകത്തോട്ടൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് നമ്മുടെ എണ്ണയ്ക്കകത്തും തേങ്ങാക്കൊത്തിനകത്തും എല്ലാം കിടന്ന് നല്ലതുപോലെ ഒന്ന് മിക്സ് ആക്കാം. നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് 2 മിനിറ്റ് ഒന്ന് ആവി കയറ്റാം. അതായത് ഇതെല്ലാം കൂടെ ഒന്ന് വെന്ത് നല്ല ഒരു ഇതാവാൻ വേണ്ടിയിട്ട് നമുക്കൊന്ന് 2 മിനിറ്റ് ഒന്ന് ആവി കയറ്റാം. അതാണ്ട് ഇപ്പം നമ്മുടെ പയർ മെഴുക്കുമായിട്ട് റെഡി ആയിട്ടുണ്ട് കേട്ടോ. നല്ലതുപോലെ നല്ല വെന്ത് നല്ല പാകമായിട്ടുണ്ട്. ഇനി നമുക്കൊരു ചമ്മന്തി അരച്ചെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ തേങ്ങ എടുത്തിട്ടുണ്ട്, 2-3 കൊച്ചുള്ളി എടുത്തിട്ടുണ്ട്, 2 കാന്താരി, 1 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി, 1 കഷ്ണം ഇഞ്ചി, കറിവേപ്പില, ഉപ്പ്, ഒരു ചെറിയ കഷ്ണം പിഴുപുളി. നമുക്ക് ഇത്ര എടുത്തിട്ട് നമുക്ക് മിക്സിയുടെ ജാറിലിട്ടൊന്ന് നമുക്കൊന്ന് അരച്ചെടുക്കാം. അങ്ങനെ നമ്മുടെ ചമ്മന്തി റെഡിയായി കേട്ടോ. ഇനി നമുക്ക് ഒരു മുട്ട പൊരിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഒരു മുട്ട പൊട്ടിച്ചൊഴിച്ചു. നമ്മുടെ ഇത് എന്ന് പറയുന്നത് നമ്മുടെ ആസാമിലെ മുളകാണ് കേട്ടോ. ഞാനിതിവിടെ വീഡിയോയിൽ ഇട്ടിട്ടുണ്ട്, അത് ഒരെണ്ണം എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഉപ്പ് ചേർത്തു, ഒരു ചെറിയ കഷ്ണം സവാള അരിഞ്ഞ് ചേർത്തു. പിന്നെ നമ്മുടെ മുളക് കൂടെ ചേർത്ത് നല്ലതുപോലെ ഒന്ന്, ഒരു മുളകേ ഞാൻ ഇട്ടിട്ടുള്ളൂ കേട്ടോ, നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തു. നമുക്കെന്നിട്ട് ഇതുപോലെ ഒരു പാൻ അടപ്പത്ത് വെച്ചിട്ട് നമുക്കിതുപോലെ മുട്ടയൊന്ന് പൊരിച്ചെടുക്കാം. അപ്പോൾ നമ്മൾ മുട്ട ഇതുപോലെ വെന്ത് വന്ന് തിരിച്ചിട്ടു. നമ്മുടെ മുട്ടയും റെഡി ആയിട്ടുണ്ട്, മുട്ട പൊരിച്ചത് റെഡിയായി. ഇനി നമുക്ക്, ഞാനിവിടെ മത്തി അരപ്പ് പുരട്ടി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മളതും ഇതുപോലെ ഒന്ന് വറുക്കാൻ വെച്ചിട്ടുണ്ട്, പൊരിച്ചെടുക്കാൻ വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു ഡീപ്പ് ഫ്രൈ ചെയ്തിട്ട് ഞാൻ ബീഫ് കൂടെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതല്ലാതെ സെപ്പറേറ്റ് കൊടുത്തു വിടാൻ വേണ്ടിയിട്ടായിരുന്നു. അതും ഇതുപോലെ ഒന്ന് ഡീപ്പ് ഫ്രൈ ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പം നമ്മുടെ മത്തി വറുത്തത് റെഡി ആയിട്ടുണ്ട് കേട്ടോ, നല്ലതുപോലെ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. കറിവേപ്പില ഇതുപോലെ അടിയിൽ നമ്മളിട്ടാൽ നമുക്ക് അടി പിടിക്കത്തില്ല ഫിഷ് ഫ്രൈ. അപ്പോൾ നമ്മുടെ പൊതിച്ചോറിന് വേണ്ടിയിട്ട് പയറ് മെഴുക്ക് പുരട്ടി, മുട്ട പൊരിച്ചത്, ബീഫ് ഫ്രൈ, ഫിഷ് ഫ്രൈ, ചമ്മന്തി, ഇത്രയും നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. അപ്പം നമുക്കിനി പൊതിച്ചോറ് കിട്ടിയാലോ. അപ്പോൾ നമുക്ക് ഇല വാട്ടിയെടുക്കാം. ഇല വാട്ടിയെടുത്ത് നമ്മളൊരു പേപ്പർ ഇട്ടു, അതിൻ്റെ മുകളിലൂടെ നമ്മൾ ഇല വെച്ചു. ഇനി നമുക്ക് ചോറിട്ട് കൊടുക്കാം. നമ്മളതുപോലെ ചോറിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ ചമ്മന്തി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് പയറ് മെഴുക്ക് പുരട്ടിയും കൂടെ വെക്കാം. പിന്നെ നമ്മുടെ മുട്ട പൊരിച്ചതൂടെ നമ്മൾ വെച്ചു. ഇനി നമ്മൾ ഫിഷ് ഫ്രൈ എടുക്കുമ്പം ഞാനൊരു ചെറിയ ഇലയിലായിട്ട് സെപ്പറേറ്റാണ് എടുക്കുന്നത് കേട്ടോ. എല്ലാം കൂടെ മിക്സ് ആവണ്ടെന്ന് കരുതിയിട്ടാണ്. എന്നുവെച്ചാൽ ഒരു 10 മണിക്കൂറോളം കഴിഞ്ഞിട്ടല്ലേ ഈ പുതിയ അഴിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇതുപോലെ സെപ്പറേറ്റ് ചെയ്ത് തന്നെ ഈ ഇലയിൽ തന്നെ, ഒരു കൊച്ചു ഇലയിൽ തന്നെ വെച്ചേക്കുവാണ്. അതുപോലെ തന്നെയാണ് ഞാൻ ബീഫ് ഫ്രൈ എടുത്തേക്കുന്നത്. ബീഫ് ഫ്രൈ ഞാൻ കുറച്ച് ഇതിൻ്റെ കൂടെ എടുത്ത് വെച്ചിട്ടുണ്ട്, പൊതിച്ചോറിനകത്ത് തന്നെ വെച്ചിട്ടുണ്ട്. അപ്പം ബീഫ് ഫ്രൈ ഇതുപോലെ ഞാൻ സെപ്പറേറ്റ് പൊതിഞ്ഞ് നമ്മൾ പൊതിച്ചോറിൻ്റെ അകത്തോട്ട് വെക്കുകയാണ്. നമുക്ക് കുറച്ച് അച്ചാറൂടെ വേണ്ടേ, അപ്പം നമുക്ക് കുറച്ച് മാങ്ങ അച്ചാറൂടെ എടുത്തിട്ടുണ്ട് കേട്ടോ. അതും ഇതുപോലെ ഞാൻ സെപ്പറേറ്റ് പൊതിഞ്ഞാണ് വെച്ചേക്കുന്നത്. ഒരുപാട് നേരം സമയം എടുത്തത് കൊണ്ടാണ് ഞാനിങ്ങനെ സെപ്പറേറ്റ് 2-3 വെച്ചത്. അപ്പം നമ്മുടെ പൊതിച്ചോറ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിങ്ങ് പൊതിഞ്ഞെടുത്താലോ. അങ്ങനെ നമ്മളിതോടെ നമ്മുടെ പൊതിച്ചോറ് പൊതിയാണ്. അങ്ങനെ നമ്മുടെ പൊതിച്ചോറ് പൊതിഞ്ഞെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇത് 10 മണിക്കൂറോളം കഴിഞ്ഞ് ആവുന്നത് കൊണ്ടാണ് ഞാനിങ്ങനെ 2-3 ഫിഷ് ഫ്രൈ ഒക്കെ അച്ചാറുമൊക്കെ സെപ്പറേറ്റ് ആക്കിയത്. അല്ലെങ്കിൽ നമ്മളെല്ലാം ഒരുമിച്ച് വെക്കത്തേ ഉള്ളൂ. അപ്പം നമ്മുടെ പൊതിച്ചോറ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പം നമ്മുടെ ബീഫ് ഫ്രൈ ഇതുപോലെ ഞാനിതുപോലെ കറി വെച്ചിട്ട് ഞാൻ അതിൽ നിന്ന് ഡീപ്പ് ഫ്രൈ ചെയ്തെടുത്താണ്. അതും ഒരു ടിന്നിനകത്ത് സെപ്പറേറ്റ് മാറ്റി വെച്ചു. പിന്നെ പാൽക്കൊഴുക്കട്ട എൻ്റെ അടുത്ത് പറഞ്ഞായിരുന്നു, കഴിക്കാൻ പറ്റിയില്ല എന്ന്. അതുകൊണ്ട് അത് ഞാൻ കുറച്ച് ഉണ്ടാക്കി എടുത്തിട്ടുണ്ടായിരുന്നു. വൈകിട്ട് 4 മണി സമയത്തൊക്കെ കഴിക്കട്ടെന്ന് കരുതി. അങ്ങനെ നമ്മുടെ പൊതിച്ചോറ് ഇതുപോലെ കൊടുത്തു വിടുകയാണ് കേട്ടോ. ഇതെന്ന് പറയുന്നത് ഞാൻ രാവിലെ ഒരു ഉച്ചയ്ക്ക് ഒരു 12 മണിക്ക് കൊടുത്തുവിട്ട പൊതിച്ചോറ് രാത്രി ഒരു 12 മണി കഴിഞ്ഞിട്ട് അഴിച്ച് അന്നേരം അഴിക്കുന്ന സീനാണിത് കേട്ടോ. അപ്പോഴാണ് ഈ പൊതിച്ചോറ് തുറക്കുന്നത്.
അപ്പോൾ ആ ഒരു 10-12 മണിക്കൂർ കഴിഞ്ഞിട്ട് നമ്മുടെ പൊതിച്ചോറ് അഴിച്ചതാണിത്. ഒരു കേടും ഉണ്ടായിട്ടില്ല എന്നാണ് പറഞ്ഞത്. ചമ്മന്തിക്ക് പോലും ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ലായിരുന്നു. നല്ലതായിരുന്നു എന്ന് പറഞ്ഞു, നല്ല സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ എൻ്റെ പൊതിച്ചോറിൻ്റെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ എല്ലാവരും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്